ഫ്രാങ്കസ്റ്റീൻ മൂവി ഇത് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഒരു വീഡിയോ റിവ്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടു കഴിഞ്ഞിട്ട്. അപ്പം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് തോന്നി. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് കൗതുകരമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, മേരി ഷെല്ലിയുടെ പ്രശസ്തമായിട്ടുള്ള വിക്ടർ ഫ്രാങ്കസ്റ്റീൻ എന്ന് പറയുന്ന നോവലിന്റെ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ് ഗില്ലർമോ ഡെൽ ടോറോ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ ഫ്രാങ്കസ്റ്റീൻ എന്ന് പറയുന്ന മൂവിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ സിനിമയുടെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് വിക്ടർ ഫ്രാങ്കസ്റ്റീനും അതേപോലെ തന്നെ ഒരു ഭീകരസത്വവും, ഈ രണ്ട് കാസ്റ്റിങ്ങിലെയും അദ്ദേഹം ഈ പ്രധാനപ്പെട്ട രണ്ട് നടന്മാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കണ്ണുകളെ നോക്കിയിട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ വിക്ടർ ഫ്രാങ്കസ്റ്റീൻ ആയിട്ട് വേഷമിട്ടിട്ടുള്ള ഓസ്കാർ വൈൽഡ് ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകളെ കുറിച്ചിട്ട് സംവിധായകൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ പ്രകടിപ്പിക്കുന്നത് ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ഭ്രാന്തിനെ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ണുകൾ ആണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ഈ സംവിധായകൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു വേദന ഉള്ളിൽ കൊണ്ട് നടക്കുന്നതും അതേപോലെ തന്നെ ഒരു ആകർഷണം തോന്നുന്നതും ഒരു അസാമാന്യ പ്രതിമയാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു കണ്ണുകളാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നാണ് ഡെൽ ടോറോ പറയുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലെ അല്ലെങ്കിൽ ഈ നോവലിലെ ഫ്രാങ്കസ്റ്റീൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെയാണ് ഇത്തരം ഒരു കാസ്റ്റിംഗിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ ഒരു കാരണം എന്നുള്ള രീതിയിലാണ് ഡെൽ ടോറോ പറഞ്ഞു വെക്കുന്നത്. ഇനി ഭീകരസത്വമായിട്ട് വന്നിട്ടുള്ള ജേക്കബ് ഐലോഡെ, അതും ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണല്ലോ ഈ ഫ്രാങ്കസ്റ്റീൻ എന്ന് പറയുന്ന സിനിമയിൽ. അപ്പൊ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഡെൽ ടോറോ പറയുന്നത്, അദ്ദേഹത്തിന്റെ കണ്ണുകൾ മനുഷ്യത്വത്താൽ നിറഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പേ ഡെൽ ടോറോ തന്റെ സിനിമകളിൽ ഭീകരസത്വത്തെ സമീപിക്കുന്നത് അതൊരു കേവലം ഭീകരതയുടെ ഒരു പര്യായമായിട്ടല്ല, മറിച്ച് അതൊരു അത്ഭുതത്തിന്റെയും ഒരു ദുഃഖത്തിന്റെയും ഒക്കെ ഒരു അടയാളമായിട്ടാണ് അദ്ദേഹം ഇത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആ രീതിയിൽ തന്നെയുള്ള ഒരു അവതരണമാണ് ഫ്രാങ്കസ്റ്റീനിൽ ഈ ഒരു ഭീകരസത്വത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടതും ഇതാണ്. അപ്പം ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക, ഐ കാസ്റ്റ് ദ ഐസ് എന്നുള്ള രീതിയിൽ.